എല്ലാവർക്കും കൊച്ചിൻ ബേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കുമരകത്തേക്ക് പോകാനായിട്ടാണ് വിചാരിച്ചത്. വേറെ ഒരു സ്ഥലമായിരുന്നു ആദ്യമേ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. കാരണം അജുവിന് സൈറ്റ് വരെ ഒന്ന് പോകേണ്ടി വന്നു. പിന്നെ സൈറ്റിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പനമ്പള്ളി നഗർ വരെ പോകേണ്ടി വന്നു. എന്നിട്ട് അവിടെയും പോയിട്ടാണ് ഞങ്ങൾ കുമരകത്തേക്ക് പോയത്. അപ്പോൾ തേവര വഴിയാണ് പോയത്. തേവര പാലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ഒരുവിധം നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. അവിടെ ഈ കുമരകം എന്ന് പറയുന്ന സ്ഥലം ബോട്ടിങ്ങാണ് പ്രധാനം കേട്ടോ. അവിടുത്തെ തണ്ണീർമുക്കം എന്ന് പറയുന്ന അവിടുത്തെ ആ പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ബോട്ടൊക്കെ ഇടയ്ക്ക് കിടക്കണ കണ്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റുമൊക്കെ അല്ലേ, നല്ല രസമല്ലേ. എന്നാലും നല്ല വെയിലും ഉണ്ട് കേട്ടോ. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ചൂടെന്ന് പറയാനില്ല, ഒരു ചെറിയ ഒരു തണുപ്പ് പോലെയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ കുമരകം എത്തുന്നതിന് മുമ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അജു വണ്ടി നിർത്തി. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം അവിടെ ഫാമിലി അധികം ഇല്ലായിരുന്നു. അപ്പോൾ അജു ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മെയിൻ സ്പോട്ട് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു. കുറേ ആളുണ്ടായിരുന്നു. പക്ഷേ ആളുകളൊക്കെ വന്നിട്ട് ഈ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ടൈമൊക്കെ ആയി. നമ്മൾ ആ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ വിചാരിച്ചെന്നാൽ അടുത്ത പ്രാവശ്യം വന്നിട്ട് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ബോട്ടിങ്ങൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങളതിൻ്റെ ചാർജൊക്കെ ചുമ്മാ ഒന്ന് ചോദിച്ചപ്പോൾ 800 രൂപയാണെന്ന്. ചെറിയ ബോട്ട്, അതിൽ 8-10 സീറ്റുണ്ട്. 8-10 സീറ്റിന് വേണ്ടിയിട്ടാണ് 800 രൂപ. അതിപ്പോൾ 2 പേരായാലും 3 പേരായാലും ഒരാളായാലും ഒക്കെ ആ 800 രൂപ നമ്മൾ പേ ചെയ്യണം, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പിന്നെ സമയവും വളരെ കുറവ്, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എങ്ങാണ്ടാണ് ബോട്ടിങ്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകാനായിട്ട് വളരെ നല്ലതാണ്. ഞങ്ങൾ കുട്ടനാടും കൂടെ പോകണമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ടൈം ഒരുപാട് ലേറ്റായിപ്പോയി, ഇതുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവിടുത്തെ ആ വനിതാ ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസാണ്. അപ്പോൾ അവിടെ ഈവനിങ് ഉഴുന്നുവട, ചായ, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ അതേ ഉള്ളൂ. എനിക്കൊന്ന് ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ചായ മാത്രം കുടിക്കാമെന്ന് പറഞ്ഞാൽ കയറിയത്. അപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിച്ചു ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വിചാരിച്ചു ഉഴുന്നുവട എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉഴുന്നുവടയും പരിപ്പുവടയും ചായയൊക്കെ മേടിച്ചു, അതൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ ബോട്ടിൻ്റെ അടുത്ത് പോയി. കഴിഞ്ഞു, ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. കാരണം ടൈം കഴിഞ്ഞതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് എത്തിയെന്ന്, ടൈം കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് പോയി അവിടെയൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നേരത്തെ ഇറങ്ങണം, രാവിലെ ഇറങ്ങിയാലേ നമുക്ക് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾ നല്ല ഇതില്ലേ പാടങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാടങ്ങളൊക്കെ കാണുന്നതും അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. മോളി ഇവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്. കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. നല്ല ഇങ്ങനെ എന്തെന്നാണ് അതിന് പറയണത്, നെല്ലിൻ്റെ ചെറിയ അതിനെന്താ പറയണത്, നെൽച്ചെടികൾ ചെറുതായിട്ടിങ്ങനെ കിളിച്ച് വരണതേ ഉള്ളൂ. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്, നല്ലൊരു കുളിർമയായിരുന്നു അവിടെ നിന്നപ്പോൾ കേട്ടോ. പിന്നെ നല്ല കാറ്റും നല്ല വിശാലമായ റോഡും നല്ല അടിപൊളി രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്തിരി ചായ കുടിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ടൊന്ന് കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കയറി ചായ മാത്രമേ കുടിച്ചുള്ളൂ, കാരണം കഴിക്കാനൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ